ഇന്നത്തെ ആലത്തൂർ വാർത്തകൾ വായിക്കുന്നത് സുബിൻ ശരീഫ് തിന്നിലാപുരം. ഇന്ന് സെപ്റ്റംബർ മാസം 15 ഞായറാഴ്ച, ചിങ്ങമാസം 30, റബീഉൽ മാസം 11 വരുന്നത്. ആലത്തൂർ വാർത്ത കേൾക്കണ എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേരുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ: ഇന്നലെ ഉത്രാടപ്പാച്ചിൽ, ഇന്ന് തിരുവോണം, നാളെ നബിദിനം. സീതാറാം യെച്ചൂരി വിട വാങ്ങി. പാലക്കാട്, ആലത്തൂർ, വടക്കഞ്ചേരി, തൃശ്ശൂർ സ്ഥലങ്ങളിലൊക്കെ ഗതാഗത കുരുക്ക്. ഗവൺമെൻറ് കള്ളുഷാപ്പുകളിൽ പണിയെടുക്കുന്നവർക്ക് 95,000 രൂപ ഉത്സവ പത്തിയായിട്ട് ഗവൺമെൻറ് കൊടുത്തു. ലോട്ടറി ക്ഷേമനിധിയിലുള്ളവർക്ക് 7,000 രൂപയും കിട്ടി. ടൂറിസം മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ബോണസിൻ്റെ 20,000 രൂപയും കിട്ടി. മദ്രാസിൽ നിന്ന് ഈ മാസം 16 സ്പെഷ്യൽ തീവണ്ടി കേരളത്തിലേക്ക് വരും. ഓണവും നബിദിനവും കാര്യങ്ങളൊക്കെ ആയിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. ജീപ്പുകളിനെ ആവശ്യത്തിലധികം മാറ്റങ്ങൾ വരുത്തിയ വകയിൽ പിടിച്ചെടുത്തു 2 ജീപ്പുകൾ ഒറ്റപ്പാലത്തിൻ്റെ അടുത്ത്. സർമളിയെ കൊന്നത് 3 ആളും കൂടി ചേർന്നിട്ട് ആഗസ്റ്റ് 7 കൊല്ലപ്പെട്ടു. ADGPയെ ഇനിയും ചോദ്യം ചെയ്യും. കള്ള TTRനെ പിടിച്ചു. വയനാട്ടിൽ 1,05,00,000 രൂപ കടം വരെ എഴുതിത്തള്ളിയതായിട്ട് ബാങ്കുകാർ വാർത്തകൾ വിസ്തരിച്ച്. ഇന്നലെ ആലത്തൂർ അങ്ങാടിയിൽ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ടായിട്ട് യാത്രക്കാർ വളരെയധികം ഇടങ്ങേറായി. പാതൻ്റെ ഓരത്ത് പൂക്കൾ വിൽക്കണവൻ്റെ തിരക്ക്, അത് വാങ്ങാൻ വന്നവൻ്റെ തിരക്ക് വേറെ, കായ്കറികളും പഴങ്ങളൊക്കെ വാങ്ങണവൻ്റെ തിരക്ക് വേറെ, വന്നവർക്ക് വണ്ടി വെച്ചൊന്നും എടുക്കാൻ പറ്റുന്നില്ല. മോട്ടോർ സൈക്കിൾ പോലും പാതൻ്റെ അരികത്ത് വയ്ക്കാൻ സ്ഥലമില്ലാണ്ടായി. പല ആൾക്കാരും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് പീടിക സാമാനങ്ങളൊക്കെ വാങ്ങിയിട്ട് ചന്തപ്പരയ്ക്കും ബസ് സ്റ്റാൻഡിലേക്കും ഒക്കെ പോയത്. പഴയ പോലെ ചന്തപ്പരയിൽ കാര്യമായിട്ട് ചന്തൻ്റെ ആൾക്കാരൊന്നും വരുന്നില്ല. അതിൻ്റെ ഉള്ള പീടികയിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. മുമ്പ് കാലത്ത് സ്പെഷ്യൽ ചന്തകളൊക്കെ ഓണത്തിൻ്റെ മുമ്പായിട്ട് ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഓണച്ചന്തകൾ എന്ന് പറഞ്ഞിട്ട് പല ഭാഗത്തുണ്ടെങ്കിലും കട്ടത്തിരക്കൊന്നും പഴയതുപോലെയൊന്നും ഇല്ല. പല പീടികക്കാരും ഇല്ലാത്ത കാശൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ട് പീടിക്ക് സാമാനങ്ങൾ വാങ്ങിച്ചെങ്കിലും ആർക്കും കാര്യമായിട്ട് കച്ചവടമൊന്നും കിട്ടിയില്ല. എല്ലാവരും TV-യിലും പേപ്പറിലും കാണുന്ന പരസ്യം കണ്ടിട്ട് വലിയ മാളുകളിലേക്ക് വണ്ടി പിടിച്ച് ഓടുകയാണ് ചെയ്തത്. പാവങ്ങൾ ദിവസമുള്ള അടവുകളിക്കും ബാങ്കിലേക്ക് അടവിലും കച്ചവടം ചെയ്തിട്ട് കാശ് തരാൻ പറഞ്ഞിട്ട് വാങ്ങി കൊടുക്കാൻ പറ്റാണ്ടും ചെറുകിട വ്യാപാരികൾ വട്ടത്തിരിഞ്ഞു. പല ആൾക്കാരും കച്ചവടം കിട്ടും പറഞ്ഞിട്ട് നേരത്തെ കാലത്തെ പീടിയൊക്കെ തുറന്ന് മോന്തിയാണേരെ ഇരുന്നെങ്കിലും കൂലിക്കാശ് പോലും കിട്ടിയില്ല എന്നാണ് പറയണത്. തിരിയെങ്കിലും കച്ചവടം കിട്ടിയത് പച്ചക്കറിക്കാർക്കും തുണിപ്പീടിയക്കാർക്കുമാണ്. ബാക്കിയുള്ള പീടിയക്കാർക്ക് പലചരക്കടകളിലും വലിയ കുഴപ്പമില്ല. ബാക്കിയൊക്കെ ഓൺലൈനായിട്ടും ബിസ്മിയിലും ലുലുലും അതുപോലെയുള്ള വലിയ വലിയ പീടികളിലൊക്കെ പോയിട്ടൊക്കെ സാമാനങ്ങൾ വാങ്ങിയിട്ട് ഓണം ആഘോഷിക്കുകയാണ് ചെയ്തത്. ഇന്ന് തിരുവോണം. എല്ലാവരുടെ വീട്ടിലും ഇന്ന് സദ്യ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ആൾക്കാരൊക്കെ. തിരുവോണത്തിന് ബാങ്കുകാർക്കും എല്ലാവർക്കും നല്ലോണം അവധി കിട്ടിയതുകൊണ്ട് നല്ലപോലെ ആഘോഷിക്കാൻ കഴിഞ്ഞു. ബാങ്കുകളൊക്കെ ഇന്നലെ തുടങ്ങിയിട്ട് അവധിയാണ്. ഇന്നലെ 2ാം ശനിയാഴ്ചയാണ് അതിൻ്റെ അവധി. ഇന്ന് ഞായറാഴ്ചയാണ് പോരാത്തതിന് തിരുവോണത്തിൻ്റെ അവധി. അതിൻ്റെ പിറ്റന്നാളും ഓണം അവധി, നബിദിനം അവധി, ഇങ്ങനെ ഒരുപാട് അവധികൾ ഗവൺമെൻറ് ജീവനക്കാർക്കും ഗവൺമെൻറ് ഓഫീസുകൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. നാളെ നബിദിനം ഗംഭീരമായിട്ട് നടത്താൻ പല മഹല്ലുകളിലും തീരുമാനിച്ചിട്ടുണ്ട്.
ലിങ്ക് റോഡ് പള്ളിയിൽ നാളെ നബിദിന ദിവസം ആയതുകൊണ്ട് റബീഉൽ അവ്വൽ 1 മുതൽ തുടങ്ങിയ മൗലൂദ് പാരായണത്തിന് അവസാനം ഉണ്ടാകും. അന്നത്തെ ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വയർക്കലും മറ്റും കഴിഞ്ഞിട്ട് അവിടെ വരുന്നവർക്കൊക്കെ ചീരണി ഉണ്ടാകും. ചായയും കടിയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അന്ന് കാര്യപ്പെട്ട പലകാരം ഉണ്ടാകുമെന്ന് പറയുന്നത് കേട്ടു. പല മദ്രസകളിലും കുട്ടികളുടെ കലാപരിപാടികളും നബിദിനത്തോടനുബന്ധിച്ച് ഉണ്ടാകും. റാലിയും മറ്റനവധി അന്നദാന ചടങ്ങുകളും മതപ്രസംഗങ്ങളും വയലു പരിപാടികളെല്ലാം പല പള്ളി അങ്കണങ്ങളിലും നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ മുതിർന്ന നേതാവായ സീതാറാം യെച്ചൂരി ഇവിടെ വാങ്ങി. അദ്ദേഹം കുറേ കാലമായിട്ട് സുഖമില്ലാണ്ട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സീതാറാം യെച്ചൂരി എന്ന പ്രമുഖ നേതാവിൻ്റെ ശരീരം പഠിക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടുകൊടുക്കാൻ നേരത്തെ മൂപ്പര് വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂപ്പരിൻ്റെ ഭൗതിക ശരീരം കാണാൻ കേരളത്തിൽ നിന്നും ധാരാളം ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. ദുഃഖാചരണം പലരും അർപ്പിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ട് പലരും വന്നു. പാലക്കാടും ആലത്തൂരും വടക്കഞ്ചേരിയും തിരുസൂരും ഒക്കെ ഭയങ്കരമായ ഗതാഗതക്കുരുക്ക് ഉണ്ടായി. ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ സാമാനങ്ങൾ വാങ്ങണവർ വരുന്ന വണ്ടികൾ തിരിച്ചു പോകാൻ പാടുപെട്ടു. ഗവൺമെൻറ് കള്ള് ഷാപ്പുകളിൽ ബിവറേജ് ഷോപ്പിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും 95,000 രൂപ കൊണ്ട് ബോണസ് ഉത്സവപത്തിയായിട്ട് കൊടുത്തു ഗവൺമെൻറ്. KSRTCയിൽ ജോലി ചെയ്യണ പല ആൾക്കാർക്കും ഒന്നും കിട്ടിയില്ല. രാവും പകലും ഇല്ലാണ്ട് ഊണുമില്ല ഉറക്കമില്ലാണ്ട് വണ്ടി ഓടിച്ചിട്ട് നമുക്കൊന്നും കിട്ടിയില്ല പറഞ്ഞിട്ട് പൊതുവെ പരാതി ഉണ്ടായിരുന്നു. ടൂറിസം മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും 10-25,000 രൂപയോളം ഉത്സവ പത്തിയായിട്ട് ഗവൺമെൻറ് കൊടുത്തു. നടന്നു വിൽക്കുന്നതും സ്റ്റാളിട്ടിട്ട് വിൽക്കുന്ന ലോട്ട തട്ടുകടകൾ നടത്തുന്നവർക്കൊക്കെ ബോണസിൻ്റെ വകയിൽ 7,000 രൂപ വെച്ചിട്ട് അവൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഗവൺമെൻറ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പല വില്ലന്മാരും അതിനെ ആ പൈസയ്ക്ക് നിറച്ചും ലോട്ടറി എടുത്തിട്ട് പിന്നെയും കച്ചവടം ചെയ്തു എന്ന് അറിയാൻ കഴിഞ്ഞു. വീട്ടിലത്തെ വട്ടച്ചെലവിന് മാറ്റി വെക്കേണ്ട കാര്യം അവർ അപ്പം മറന്നുപോയി എന്നാണ് പറയണത്. മദ്രാസിൽ നിന്ന് 16-ാം തീയതി ഒരു സ്പെഷ്യൽ തീവണ്ടി ഓട്ടിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു. യശ്വന്തപുരിയിൽ നിന്ന് കണ്ണൂർ പറയുന്ന സ്ഥലത്തേക്കുള്ള തീവണ്ടിയിൽ 2-3 പെട്ടികളും കൂടി കൂട്ടിക്കെട്ടിയിട്ട് ഓട്ടിക്കണമെന്ന് യാത്രക്കാർ കൂട്ടം കൂടി അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 പെട്ടി കൂടുതലുണ്ടാകും. ഇനി ദീപാവലിയായിട്ട് ബോംബെ എന്ന് വരണം സ്പെഷ്യൽ തീവണ്ടി കേരളത്തിലേക്ക് വരുന്നതാണ് പറയുന്നത്. വാണിയംകുളത്ത് വേഷക്കെട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ കുട്ടികൾ ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് തുറന്ന ജീപ്പ് കൊണ്ടുപോകുമ്പോൾ ഒറ്റപ്പാലത്തിൻ്റെ ഓഫീസർ പിടിച്ചു 2 മേൽക്കൂരയില്ലാത്ത ജീപ്പുകൾ. അതിൽ എന്തൊക്കെയോ ഫിറ്റിങ്സുകൾ എക്സ്ട്രാ ഫിറ്റിങ്സും ഉള്ളതിനെ കഴിച്ചു മാറ്റുകയും ചെയ്ത് അതിൽ ഭേദഗതി വരുത്തി എന്ന പേരിലാണത്ര 2 ജീപ്പുകളിനെ പിടിച്ചെടുത്ത് കേസാക്കിയത്. ഇനി പിഴ മാത്രമല്ല, കുറേ കാലം പോലീസ് സ്റ്റേഷനിൽ അത് വെയിലും മഴയും കൊണ്ട് കേടുവന്ന് കിടക്കണ വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വരികയുന്നത്. വാണിയംകുളം ഏതോ സ്കൂളിലെ കുട്ടികൾ റോട്ടിലൂടെ അഭ്യാസം കാണിക്കാൻ വേണ്ടിയിട്ടും ഗ്രൗണ്ടിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും കുട്ടികൾ അളുമ്പ് കാണിച്ചാണ് എന്നാണ് പറയുന്നത്. ഈ അളുമ്പ് കളി കണ്ടിട്ട് ഗവൺമെൻറ് നോക്കി നിന്നില്ല. പോലീസുകാർ കയ്യോടെ 2 പോലീസ് ജീപ്പുകളെയും കൊണ്ടുപോയി സ്റ്റേഷനിലിട്ടുണ്ട്. ഓട്ടിച്ച ചെക്കന്മാർക്കൊക്കെ 10, 15, 20, 16, 17 വയസ്സൊക്കെയുള്ളൂ. 18 വയസ്സാവാത്തതുകൊണ്ട് അതിൽ പലർക്കും ലൈസൻസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ADGP പറയുന്ന മൂത്ത പോലീസുകാരനെ ഇനിയും ചോദ്യം ചെയ്യും. RSSുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റിയിട്ട് ചോദ്യം ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല. പണമിടപാടും സ്വർണത്തിനെ പറ്റിയിട്ടും കിട്ടിയ സ്വർണ്ണം എന്ത് കാട്ടിയെന്ന്
വീട് വലിയ കൊട്ടാരം പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പണത്തിൻ്റെ വരവും എങ്ങനെ പൈസ ഒന്ന് എന്ത് കാട്ടി എത്ര ചിലവാക്കി എന്നുള്ളതിനെ പറ്റിയിട്ട് ഇ.ഡി. തുടർച്ചയായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ വേറെ പോലീസുകാർ രാഷ്ട്രീയ ചായ്വിനെ പറ്റിയിട്ടും പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് പറയുന്നത്. വേജ TTRനെ പിടിച്ചു. നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോണ തീവണ്ടിയിൽ കയറിയിട്ട് TTRൻ്റെ കുപ്പായും ലൈസൻസ് കാർഡും ഐഡൻറ്റിറ്റി കാർഡൊക്കെ കെട്ടി തൂക്കിയിട്ട് ഒരു റംലത്ത് പറയുന്ന പെണ്ണാണ് ഈ വേഷക്കെട്ട് ചെയ്തത്. കൊല്ലത്താണ് ആ പെണ്ണിൻ്റെ വീട്. എവിടെ നിന്നോ പൊത്തിപ്പിടിച്ച് കയറിയിട്ട് ഞാൻ TTR ആണ്, പൈസ ഇല്ലാത്തവരൊക്കെ പൈസ തരണം പറഞ്ഞൊരു കാശൊക്കെ പിടിച്ച് വാങ്ങണത് വേറെ ശരിക്കുള്ള TTR കണ്ടുപിടിച്ചു. അപ്പം തന്നെ മൂത്ത ഉദ്യോഗസ്ഥരനെ ഫോണിൽ വിളിച്ചിട്ട് കള്ള TTR ഇറങ്ങിയിട്ടുണ്ട്. റംലത്താണ് പേര്, 42 വയസ്സുള്ള പെണ്ണാണ് പറഞ്ഞത്. ഇനിയുള്ള കാര്യം ആ പെണ്ണ് ഫോണും അതിൻ്റെ അപ്പുറമുള്ള ആഘോഷം എല്ലാം കഴിഞ്ഞിട്ട് വെളിയിലിറങ്ങുള്ളൂ എന്ന് പോലീസുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വയനാട്ടിൽ 1 കോടി ഉറുപ്പിയും 5 ലക്ഷം ഉറുപ്പിയും എഴുതി തള്ളി കടമായിട്ടെടുത്തതുണ്ട്. അതിൽ മിക്ക ആൾക്കാരും മരിച്ച് മണ്ണായിപ്പോയി. എന്നാൽ പല ആൾക്കാരും വീട് നഷ്ടപ്പെട്ടവരും സ്വത്ത് നഷ്ടപ്പെട്ടവരും ഒരുപാട് സ്വത്തും പണവും മറ്റും എല്ലാം നഷ്ടപ്പെട്ടവരൊക്കെ ഇതിലുണ്ടായിരുന്നു. ആ ദുരന്തത്തിൽ പെട്ടവർക്കാണ്, ആ പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടപ്പെട്ടവർക്ക് അവൻ്റെ കടങ്ങളൊക്കെ എഴുതി തള്ളാൻ കേരള ബാങ്കും മറ്റ് ബാങ്കുകളും കൂടി ഒന്നിച്ച് കൂട്ടം കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി പേർക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇന്നത്തെ ആദ്യ വാർത്തകൾ കഴിഞ്ഞു.